അപ്പോൾ ഇതൊരു ബസ് യാത്രയാണ് ഗൈസ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മുന്നത്തെ വീഡിയോയിൽ എനിക്ക് ഭയങ്കര തലവേദനയാണ്, മൈഗ്രെയിൻ്റെ ആണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് ലോ ബി പി. എനിക്ക് എണീറ്റ് സ്വന്തം റൂമിലുള്ള ബാത്റൂമിലോട്ട് പോലും എനിക്ക് പോകാൻ പറ്റാത്ത അത്രയും എനിക്ക് ഭയങ്കര ദേഹം വിറയില് പോലെയൊക്കെ എനിക്ക് ഒട്ടും വയ്യ ഗൈസ്. അപ്പോൾ ഇപ്പം ഏകദേശം കുറവുണ്ട്. അങ്ങനെ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചു, എൻ്റെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ പിള്ളേരെ നോക്കാൻ അമ്മയുണ്ട്, അച്ഛനുണ്ട്, അനിയത്തിയുണ്ട്. എനിക്ക് സുഖമായ റെസ്റ്റ് എടുക്കാം. അങ്ങനെ ഈ യാത്ര എൻ്റെ വീട്ടിലോട്ടുള്ളതാണ്. ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല കേട്ടോ, ഞാൻ സ്റ്റേബിളായിട്ടാണ് പോണത്. മരുന്നെടുത്തിട്ട് പോകുമ്പോൾ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയിട്ട് ഞാൻ ബസ്സിന് പോവുകയാണ്. ഇപ്പം സമയം ഏകദേശം 8 മണി 9 മണി ഏകദേശം ആയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഇരുന്ന് അപ്പോഴാണ് പോവാം എന്ന് ഞാൻ ഡിസൈഡ്. പോകണ്ട, ഇവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു, നമ്മൾ എത്ര നേരം സ്ട്രോങ് ആണെന്ന് വിചാരിച്ചാലും നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എത്തൂലേ. അപ്പം നമ്മൾ ഭയങ്കര സ്ട്രോങ് അല്ലാത്ത നമ്മൾ വേസ്റ്റ് ഫേസ് ആയിരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. അങ്ങനെ വീടെത്തി. അമ്മ അനിയത്തി എല്ലാവരും ഉണ്ട്, പിള്ളേരായിട്ട് കുട്ടികൾ കളിക്കുകയൊക്കെ കാണട്ടോ. അവിടെ ചെന്ന് അമ്മ പിന്നെ ചായയൊക്കെ ഇട്ടെന്ന്. പിന്നെ നമ്മൾ ഒരിടത്ത് ഇരുന്നാൽ മതിയല്ലോ, നമ്മളവർ നോക്കുമല്ലോ. ഇവിടെ വന്ന് പിന്നെ എനിക്കൊരു പണിയില്ല ഗൈസ്, ഒരു പണിയില്ല. ഞാൻ ഉറക്കണീറ്റ് വരുമ്പോൾ തന്നെ അമ്മ ചോറും കറിയൊക്കെ വച്ചിട്ടുണ്ടാവും. അച്ഛൻ ചോറോട് കാണാൻ യുദ്ധം ന്യൂസ് കാണുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ആ ഒരു സമയത്തിന് ഞാൻ പോയി ചായ കുടിച്ചിട്ട് എൻ്റെ ഫേസ്, ഇന്നത്തെ ഫേസ് നാളത്തെ ഫേസും കൂടെ നിങ്ങൾ കാണണം കേട്ടോ. നാളെ ഞാൻ എന്തോരം ബെറ്റർ ആയിട്ടുണ്ടെന്ന്. കാരണം പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റി. ഞാൻ എനിക്ക് കുഞ്ഞെണീക്കുമ്പോൾ അവർ നോക്കുമല്ലോ. എന്നാലും ആ ബാക്കിയുള്ളവരെയും ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാടാ. അപ്പോൾ മേലൊളിച്ചു ചോറ് കഴിച്ച് സുഖം ഉറങ്ങാൻ പോവാണ്.